കന്തില ശുശ്രൂഷ എന്ന് പറയുന്ന രോഗികൾക്കായി നടത്തുന്ന വിപുലീകരിച്ച ശുശ്രൂഷയാണ്. ഇതിന് 5 ശുശ്രൂഷ ആയിട്ടാണ് നടത്തുന്നത്. കന്തില എന്ന വാക്കിന് കാൻഡിൽസ്, മെഴുകുതിരി എന്നാണ് അർത്ഥം. ഓരോ ശുശ്രൂഷയ്ക്കും ഓരോ മെഴുകുതിരികൾ കത്തിച്ചുകൊണ്ടാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. 5 തിരികൾ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു. അതുപോലെ ബുദ്ധിയുള്ള 5 കന്യകമാരെ സൂചിപ്പിക്കുന്നു. ഒരുക്കമുള്ള ഒരു ശുശ്രൂഷ ജീവിതം നയിക്കുവാനായിട്ട് അതിനിടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കും. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഈ തൈലം പൂശാവുന്നതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് പറയുന്നു, ഞങ്ങൾ തൈലം പൂശി രോഗികളെ സൗഖ്യമാക്കി. ആദ്യത്തെ പരാമർശം അവിടെ നാം കാണുകയാണ്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവർ രോഗസൗഖ്യം കൊടുത്തത് തൈലം പൂശി ആണ് സൗഖ്യം കൊടുത്തതെന്ന് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നിങ്ങൾ രോഗികളായി കിടക്കുന്നവർ സഭയിലേക്ക് ശിഷ്യന്മാരെ സമീപിക്കട്ടെ എന്നും അവർ പ്രാർത്ഥിച്ച് എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ എന്നും രോഗസൗഖ്യവും പാപവും ലഭിക്കുമെന്നുള്ളതായ പരാമർശം കാണുവാനായി സാധിക്കും. നമ്മളുടെ വേദശാസ്ത്ര കാഴ്ചപ്പാടനുസരിച്ച് രോഗസൗഖ്യം ശരീരത്തിൻ്റെ മാത്രമല്ല, മനസ്സിൻ്റെയും ആത്മീയമായ എല്ലാത്തിൻ്റെയും ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സമ്പൂർണതയിലുള്ള വെൽബീയിങ് ആണ് ശരീരവും മനസ്സും ആത്മീയ ജീവിതവും. ഈ പ്രാർത്ഥനയോടെ അദ്ദേഹത്തിന് ശാരീരിക സൗഖ്യത്തോടൊപ്പം തന്നെ പാപമോചനവും ആത്മസൗഖ്യവും ഒക്കെയും പ്രദാനം ചെയ്യും.